കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ളവരെ കണ്ടെത്താനായി ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നാളെ ആരംഭിക്കും. സിജു കണ്ണനുണ്ട് വിശദാംശങ്ങളുമായി. സിജു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സിജു, ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ കാർവാറിൽ എത്തിച്ചിരിക്കുകയാണ്. ഗംഗാവലി പുഴയിലൂടെ വേണം ഇത് ഷിരൂരിൽ എത്തിക്കാൻ. ഇന്ന് വൈകിട്ടത്തോടു കൂടി ഷിരൂരിൽ അത് എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണോ പ്രകടിപ്പിക്കുന്നത്? കാരണം പാലങ്ങൾക്കടിയിലൂടെയൊക്കെ വലിയ ഡ്രഡ്ജർ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. കാലാവസ്ഥ അനുകൂലമായാൽ മാത്രമേ തെരച്ചിൽ പുനരാരംഭിക്കാനുള്ള ഒരു സാധ്യതയുമുള്ളൂ. ഇന്ന് വൈകിട്ടോടു കൂടി തെരച്ചിൽ പുനരാരംഭിക്കാനുള്ള ഒരു സാധ്യത? ഇന്ന് തെരച്ചിൽ പുനരാരംഭിക്കില്ല. ഇന്ന് വൈകിട്ടോടുകൂടി, രാത്രിയോടുകൂടി കർവാറിൽ നിന്ന് ഈ ഡ്രഡ്ജർ ഷിരൂരിൽ എത്തിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയിലാണ് അധികൃതരുള്ളത്. അതിനുള്ള നടപടിക്രമങ്ങളാണ് തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കടലിൽ തന്നെയാണ് ഡ്രഡ്ജർ ഉള്ളത്. കർവാറിൽ നാവികസേനയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലത്താണ് ഇപ്പോൾ ആ ഡ്രഡ്ജർ ഉള്ളത്. അവിടെ നിന്ന് അഴിമുഖത്ത്, ഗംഗാവാലി പുഴയുടെ അഴിമുഖത്ത് എത്തിച്ച ശേഷം അനുകൂലമായ കാലാവസ്ഥ വരുമ്പോൾ അവിടെ നിന്ന് പുഴയിലേക്ക് മാറ്റി പിന്നീട് സഞ്ചാര സമയം ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ കടലിൽ നിന്ന് വരുമ്പോൾ തന്നെ, ഗോവയിൽ നിന്ന്, ഗോവൻ തുറമുഖത്തിൽ നിന്ന് കാർവാറിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ പ്രതികൂല കാലാവസ്ഥ വലിയ തടസ്സമായിരുന്നു. ശക്തമായ കാറ്റിനെ തുടർന്ന് പല സമയത്തും തീരത്തോടടുപ്പിച്ച് ഡ്രഡ്ജർ നിർത്തേണ്ട സാഹചര്യം വന്നിരുന്നു. അതുകൊണ്ട് തന്നെ നിശ്ചയിച്ച സമയത്തിലും വൈകിയാണ് ഇങ്ങനെ കാർവാറിൽ ഡ്രഡ്ജർ എത്തിക്കാൻ കഴിഞ്ഞത്. പുഴയിലെത്തുമ്പോൾ കുറച്ചുകൂടി സങ്കീർണമാവും കാര്യങ്ങൾ. കാരണം ആഴം കുറഞ്ഞ പ്രദേശത്ത്, അതോടൊപ്പം തന്നെ പുഴയിലുള്ള രണ്ട് പാലങ്ങളുണ്ട്. ഈ പാലങ്ങൾ മറികടക്കണം. അതോടൊപ്പം തന്നെ ആഴം കുറഞ്ഞ സ്ഥലങ്ങളിൽ കൂടി യാത്ര ചെയ്ത് വേണം എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സഞ്ചാര സമയം അതിനനുസരിച്ച് ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. വേലി ഇറക്ക സമയത്ത് ജലനിരപ്പ് പാലത്തിനടിയിൽ കടന്നു പോകാൻ കഴിയുന്ന രീതിയിൽ സഞ്ചാര സമയവും ക്രമീകരിക്കും. അതോടൊപ്പം തന്നെ ആഴം കുറഞ്ഞ സ്ഥലങ്ങളുണ്ട്. ഈ ആഴം കുറഞ്ഞ സ്ഥലങ്ങൾ എത്തുമ്പോൾ ആ സ്ഥലങ്ങളിൽ വേലിയേറ്റ സമയത്ത് അതുവഴി കടന്നു പോകാം എന്ന നിലയിലാണ് നിലവിൽ ആ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഇങ്ങനെ വരുമ്പോൾ 8 മണിക്കൂറെങ്കിലും സമയം ഇവിടെ എത്താൻ, കർവാറിൽ നിന്ന് ഷിരൂരിൽ എത്താൻ വേണമെന്നാണ് ഡ്രഡ്ജിംഗ് കമ്പനി നിലവിൽ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അതിനേക്കാളും സമയം കൂടിയേക്കാം. കാരണം ഈ കാലാവസ്ഥ അനുകൂലമാകുന്നത്, വേലിയേറ്റവും വേലിയിറക്കവും എല്ലാം തന്നെ നോക്കിക്കൊണ്ട് വേണം ഇതിന്റെ സഞ്ചാരം ക്രമീകരിക്കാൻ. അതുകൊണ്ട് അതിനേക്കാൾ കൂടുതൽ സമയം എടുത്തേക്കാം. അതുകൊണ്ട് ഇന്ന് രാത്രിയോടുകൂടി മാത്രമേ ഈ ഡ്രഡ്ജർ ഇവിടെ എത്തിക്കാൻ കഴിയൂ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ കാർവാറിൽ തന്നെയാണ് ഉള്ളത്. ഏതായാലും തെരച്ചിൽ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട്, ഡ്രഡ്ജർ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ വിശദമായ അവലോകന യോഗം ഇന്നലെ ചേർന്നിരുന്നു. ജനപ്രതിനിധികൾ, ജില്ലാ കളക്ടർ, SP ഉൾപ്പെടെയുള്ള ആളുകളാണ് അതിൽ പങ്കെടുത്തത്. പ്രധാനമായും ഷിരൂരിൽ ഇത് എത്തിക്കുക എന്നുള്ളതാണ്. ഷിരൂരിന്റെ ഒരവസ്ഥ നോക്കുമ്പോൾ നിലവിൽ കാലാവസ്ഥ അനുകൂലമാണ്. വരും ദിവസങ്ങളിലും കാലാവസ്ഥാ പ്രവചനം അനുകൂലമായ നിലയിലാണ്. പുഴയിലെ ഒഴുക്കിന്റെ തീവ്രത കുറഞ്ഞിട്ടുണ്ട്. 3 നോട്ട്സാണ് നിലവിൽ പുഴയിലെ ഒഴുക്ക് എന്നാണ് നാവികസേന നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. പിന്നെ ഏതായാലും തെരച്ചിൽ നാളെ ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓഗസ്റ്റ് 16-നാണ് ഏറ്റവും ഒടുവിൽ തിരച്ചിൽ നടത്തിയത്. അന്ന് വൈകുന്നേരത്തോടു കൂടി ഡ്രഡ്ജർ എത്തിച്ച് തെരച്ചിൽ നടത്താമെന്ന് പറഞ്ഞാണ് തെരച്ചിൽ അവസാനിപ്പിച്ചത്. എന്നാൽ ഡ്രഡ്ജർ എത്തിക്കുന്നതിന് പലവിധ സാങ്കേതിക തടസ്സങ്ങളും കാരണമായി. ഇതിനുശേഷം അർജുന്റെ കുടുംബം സഹോദരി ഭർത്താവ് ജിതിൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ നേരിട്ട് കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ അർജുൻ രക്ഷാസമിതിയുടെ നേതൃത്വത്തിൽ, ലോറി ഉടമ മനാഫിന്റെ നേതൃത്വത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെയും കണ്ട സഹായം അഭ്യർത്ഥിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ആണ് ഡ്രഡ്ജർ എത്തിക്കുന്നതിനുള്ള ഒരു ശ്രമം തുടർന്നതും. അതിനുശേഷം ഡ്രഡ്ജർ ഇപ്പോൾ കാർവാറിൽ എത്തിക്കാൻ കഴിഞ്ഞതും. ഏതായാലും വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. കാലാവസ്ഥ അനുകൂലമാണ്. മഴ ഉൾപ്പെടെ മാറി നിൽക്കുന്നു. ജലത്തിന്റെ ഒഴുക്കിന്റെ തോത് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അനുകൂലമായ ഒരു കാലാവസ്ഥയാണ്. നാളെ തെരച്ചിൽ ആരംഭിക്കാൻ കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും വിവരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. ശരി സിജു, നാളെ തന്നെ അർജുനായുള്ള തെരച്ചിൽ പുനരാരംഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നിലവിൽ കാർവാറിലുള്ള ഡ്രഡ്ജർ ഷിരൂരിലേക്ക് എത്തിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. എങ്കിൽ പോലും ഇന്ന് രാത്രിയോടുകൂടി ഡ്രഡ്ജർ ഷിരൂരിൽ എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. സിജു കണ്ണനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.